നമസ്കാരം. MS ഫ്ലാറ്റ് എങ്ങനെ ഡ്രിൽ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഈ സെഷൻ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാനാകും. ഡ്രിൽ ഹോൾ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഡ്രില്ലിംഗ് മെഷീൻ ടേബിളിൽ വർക്ക് ഹോൾഡ് ചെയ്യുക. ഡ്രില്ലിൻ്റെ വ്യാസമനുസരിച്ച് സ്പിൻഡിൽ സ്പീഡ് സെറ്റ് ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് ത്രൂ ഹോൾ ഡ്രിൽ ചെയ്യുക. ഫിനിഷ് ചെയ്ത് ഡീബർ ചെയ്യുക. ഖരപദാർത്ഥങ്ങളിൽ വൃത്താകൃതിയിലുള്ള ഹോളുകൾ നിർമ്മിക്കുന്നതിന് റൊട്ടേറ്റിംഗ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് നടത്തുന്ന ഒരു മെറ്റൽ കട്ടിംഗ് പ്രക്രിയയാണ് ഡ്രില്ലിംഗ്. ഒരു ഡ്രില്ലിംഗ് മെഷീനിലാണ് ഡ്രില്ലിംഗ് പ്രവർത്തനം നടത്തുന്നത്. വൃത്താകൃതിയിലുള്ള ദ്വാരങ്ങൾ ഡ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിനെ ട്വിസ്റ്റ് ഡ്രിൽ എന്ന് വിളിക്കുന്നു. ഒരു ഹോൾ എന്നത് സാധാരണയായി ഖരാവസ്ഥയിലുള്ള ഒരു പ്രത്യേക മാധ്യമത്തിലോ അതിലൂടെയോ ഉള്ള ഒരു ഓപ്പണിംഗ് ആണ്. രണ്ട് തരം ഹോളുകളുണ്ട്: ബ്ലൈൻഡ് ഹോൾ, ത്രൂ ഹോൾ. ഒരു ബ്ലൈൻഡ് ഹോൾ വർക്ക് പീസിൻ്റെ മറുവശത്തേക്ക് കടക്കാതെ ഒരു നിർദ്ദിഷ്ട ആഴത്തിൽ ഡ്രിൽ ചെയ്തവയാണ്. ഒരു ത്രൂ ഹോൾ വർക്ക് പീസിലൂടെ പൂർണ്ണമായും കടന്നു പോകുന്നു. MS ഫ്ലാറ്റിന്മേലുള്ള ഡ്രില്ലിങ്ങിനുള്ള നടപടിക്രമങ്ങൾ നമുക്ക് പഠിക്കാം. ഈ എക്സർസൈസിന് ആവശ്യമായ ടൂളുകൾ ഇവയാണ്: സ്റ്റീൽ റൂൾ, ഫയൽസ്, ട്രൈ സ്ക്വയർ, വെർനിയർ ഹൈറ്റ് ഗേജ്, ആംഗിൾ പ്ലേറ്റ്, സർഫേസ് ടേബിൾ, മാർക്കിംഗ് മീഡിയ, ഡോട്ട് പഞ്ച് ആൻഡ് സെൻറ്റർ പഞ്ച്, ബാൽ പിൻ ഹാമർ, ആൻവിൽ, ബെഞ്ച് വൈസ്, ഡ്രില്ലിംഗ് മെഷീൻ, ഡ്രിൽ ബിറ്റ്, ചെക്ക് കീ, നൈലോൺ ബ്രഷ്, വെർനിയർ കാലിപ്പർ. റോ മെറ്റൽ സൈസ് ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് പരിശോധിക്കുക. ഒരു ബാസ്റ്റാർഡ് ഉപയോഗിച്ച് 6 ഫേസുകളും ഫയൽ ചെയ്യുക. ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. സർഫേസ് ടേബിളും ആംഗിൾ പ്ലേറ്റും വൃത്തിയാക്കുക. വെർനിയർ ഹൈറ്റ് ഗേജ് വൃത്തിയാക്കി അതിൻ്റെ പാർട്ടുകളുടെ സുഗമമായ ചലനം പരിശോധിക്കുക. ഡയഗ്രം അനുസരിച്ച് വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് 63 mm × 63 mm സൈസിലേക്ക് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ലൈനുകൾ ഡോട്ട് പഞ്ച്, ബാൽപീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് ഒരു ആൻവിലിൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. വിവിധ ഗ്രേഡ് ഫയലുകൾ ഉപയോഗിച്ച് അതത് സൈസുകളിലേക്ക് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് അളവുകൾ പരിശോധിക്കുക. ഫേസ് എയിൽ വീണ്ടും മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. ഒരു സർഫേസ് ടേബിളിൽ ആംഗിൾ പ്ലേറ്റിൻ്റെ സഹായത്തോടെ വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് ബിയിൽ നിന്ന് 18 mm, 45 mm ഡയമെൻഷൻ ലൈനുകൾ മാർക്ക് ചെയ്യുക. ഒരു സർഫേസ് ടേബിളിൽ ആംഗിൾ പ്ലേറ്റിൻ്റെ സഹായത്തോടെ
വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് സിയിൽ നിന്ന് 18 mm 45 mm ഡയമെൻഷൻ ലൈനുകൾ മാർക്ക് ചെയ്യുക. സെൻറ്റർ പഞ്ച്, ബാൽപീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് ആൻവിലിൽ വെച്ചിരിക്കുന്ന ജോബിൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. 1, 2, 3, 4 എന്നിങ്ങനെ ഹോൾ സെൻറ്ററുകൾ നിരീക്ഷിക്കുക. നൽകിയിരിക്കുന്ന ഹോൾ ഡയാമീറ്ററിനായി സ്പിൻഡിൽ സ്പീഡ് സെറ്റ് ചെയ്യുവാൻ നമുക്ക് പഠിക്കാം. റെവല്യൂഷൻസ് പെർ മിനിറ്റിലുള്ള സ്പിൻഡിൽ സ്പീഡ് ഒരു സമവാക്യം ഉപയോഗിച്ച് കണക്കാക്കുന്നു. N is equal to V into 1000 divided by D into pi RPM. ഇവിടെ V എന്നത് കട്ടിംഗ് സ്പീഡ്, അതായത് മീറ്റർ പെർ മിനിറ്റിൽ. D എന്നത് ഡ്രിൽ ബിറ്റിൻ്റെ വ്യാസം മില്ലിമീറ്ററിൽ. പൈ എന്നത് 22 ഡിവൈഡഡ് ബൈ 7 ആണ്, അതായത് 3.1412. ഒരു ഹോൾ ഡ്രിൽ ചെയ്യേണ്ട വസ്തുക്കളുടെ തരം അടിസ്ഥാനമാക്കിയാണ് പട്ടികയിൽ നിന്ന് കട്ടിംഗ് സ്പീഡ് തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു MS പ്ലേറ്റിൽ ഒരു 8 mm ത്രൂ ഹോൾ ഡ്രിൽ ചെയ്യണമെങ്കിൽ കട്ടിംഗ് സ്പീഡ് ഇങ്ങനെ കണക്കാക്കുന്നു. V ഈസ് ഈക്വൽ ടു പട്ടിക പ്രകാരം MS മെറ്റീരിയലിനുള്ള തിരഞ്ഞെടുത്ത കട്ടിംഗ് സ്പീഡ് 30 മീറ്റേഴ്സ് പെർ മിനിറ്റ് ആണ്. അതിനാൽ N ഈസ് ഈക്വൽ ടു 30 into 1000 ഡിവൈഡഡ് ബൈ 8 into 3.14 RPM. N ഈസ് ഈക്വൽ ടു 1194.26 RPM. ഡ്രില്ലിംഗ് മെഷീൻ്റെ പുള്ളിയിൽ ലഭ്യമായ ഏറ്റവും അടുത്തുള്ള താഴ്ന്ന ശ്രേണിയിലേക്ക് സ്പിൻഡിൽ സ്പീഡ് സെറ്റ് ചെയ്യുന്നതിന് എല്ലായ്പ്പോഴും മുൻഗണന നൽകുക. 8 mm ഹോൾ ഡ്രിൽ ചെയ്യുന്നതിനായി സെലക്ട് ചെയ്ത സ്പിൻഡിൽ സ്പീഡ് 1000 RPM. ഡ്രില്ലിംഗ് ഫീഡ് എങ്ങനെ തീരുമാനിക്കാമെന്ന് നമുക്ക് പഠിക്കാം. ഫീഡ്, അതായത് X എന്നത് ഒരു ഡ്രില്ലിന് ഒരു പൂർണ്ണ ഭ്രമണത്തിൽ വർക്കിലേക്ക് പ്രവേശിക്കേണ്ട ദൂരമാണ്. ഫീഡിൻ്റെ നിരക്ക് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ആവശ്യമായ ഫിനിഷിംഗ്, ഡ്രിൽ ബിറ്റ് ടൈപ്പ്, ഡ്രിൽ ബിറ്റ് മെറ്റീരിയൽ, ഡ്രിൽ ചെയ്യേണ്ട മെറ്റീരിയൽ. ഡ്രിൽ ബിറ്റ് ഡയാമീറ്ററിനനുസരിച്ചുള്ള ഫീഡിൻ്റെ ശ്രേണി പട്ടികയിൽ കാണിച്ചിരിക്കുന്നു. ഡ്രില്ലിംഗ് മെഷീൻ്റെ വർക്കിംഗ് ടേബിൾ ചിപ്പുകളില്ലാത്ത വിധത്തിൽ വൃത്തിയാക്കുക. ജോബ് ഡ്രില്ലിംഗ് മെഷീൻ വൈസിൽ ഹോൾഡ് ചെയ്യുക. ചക്കിൽ ചക്ക് കീ ഉപയോഗിച്ച് 3 mm ഡയമീറ്റർ ഡ്രിൽ ബിറ്റ് ഘടിപ്പിച്ച് പൈലറ്റ് ഹോളുകൾ ഡ്രിൽ ചെയ്യുക. ഡ്രിൽ ബിറ്റ് ഹോൾ സെൻറ്ററുമായി അലൈൻ ആയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. 3 mm ഡ്രിൽ ബിറ്റിന് അനുയോജ്യമായ സ്പിൻഡിൽ സ്പീഡ് സെറ്റ് ചെയ്യുക. ഡ്രില്ലിംഗ് മെഷീനും കൂളൻ്റ് സിസ്റ്റവും സ്വിച്ച് ഓൺ ചെയ്യുക. എല്ലാ ഹോളുകളിലും 3 mm വ്യാസമുള്ള പൈലറ്റ് ഹോളുകൾ ഡ്രിൽ ചെയ്യുക. ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങൾക്ക് ശേഷം ഒരു നൈലോൺ ബ്രഷ് ഉപയോഗിച്ച് വർക്ക് പീസിൻ്റെ സർഫേസ് വൃത്തിയാക്കുക. മുമ്പ് ഡ്രിൽ ചെയ്ത പൈലറ്റ് ഹോളുകളിൽ ഡ്രിൽ ചെയ്യുവാൻ ചക്ക് കീ ഉപയോഗിച്ച് ചക്കിൽ 5 mm വ്യാസമുള്ള ഡ്രിൽ ബിറ്റ് ഘടിപ്പിക്കുക. ഡ്രില്ലിൻ്റെ സൈസിനനുസരിച്ച് അനുയോജ്യമായ സ്പിൻഡിൽ സ്പീഡ് സെറ്റ് ചെയ്യുക. വർക്ക് പീസിൽ 5 mm വ്യാസമുള്ള ത്രൂ ഹോൾ ഡ്രിൽ ചെയ്യുക. ഡ്രിൽ ചക്കിൽ നിന്ന് 5 mm ഡ്രിൽ നീക്കം ചെയ്യുക. അതുപോലെ ചക്ക് കീ ഉപയോഗിച്ച് ചക്കിൽ 7 mm വ്യാസമുള്ള ഡ്രിൽ ബിറ്റ് ഘടിപ്പിക്കുക. ഡ്രോയിങ് അനുസരിച്ച് 2, 3, 4 പോയിന്റുകളിൽ ത്രൂ ഹോൾ ഡ്രിൽ ചെയ്യുക.
ഡ്രിൽ ചക്കിൽ നിന്ന് 7 mm ഡ്രിൽ നീക്കം ചെയ്യുക. ചക്ക് കീ ഉപയോഗിച്ച് ചക്കിൽ 9 mm വ്യാസമുള്ള ഡ്രിൽ ബിറ്റ് ഘടിപ്പിക്കുക. ഡ്രോയിങ് അനുസരിച്ച് 3-4 പോയിന്റുകളിൽ ത്രൂ ഹോൾ ഡ്രിൽ ചെയ്യുക. ഡ്രിൽ ചക്കിൽ നിന്ന് 9 mm ഡ്രിൽ നീക്കം ചെയ്യുക. ചക്ക് കീ ഉപയോഗിച്ച് ചക്കിൽ 11 mm വ്യാസമുള്ള ഡ്രിൽ ബിറ്റ് ഘടിപ്പിക്കുക. ഡ്രോയിങ് അനുസരിച്ച് പോയിന്റ് 4-ൽ ത്രൂ ഹോൾ ഡ്രിൽ ചെയ്യുക. ഡ്രിൽ ചക്കിൽ നിന്ന് 11 mm ഡ്രിൽ നീക്കം ചെയ്യുക. ഒരു നൈലോൺ ബ്രഷ് ഉപയോഗിച്ച് വർക്ക് പീസിൻ്റെ സർഫേസ് വൃത്തിയാക്കുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് ഡ്രിൽ ചെയ്ത ഹോളുകളുടെ സൈസ് പരിശോധിക്കുക. വർക്ക് പീസ് ഡീബർ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ജോബിൽ അല്പം ഓയിൽ അപ്ലൈ ചെയ്ത് മൂല്യനിർണ്ണയത്തിനായി സൂക്ഷിക്കുക. ഒന്നുകൂടി നോക്കാം നമ്മൾ പഠിച്ചവ. ഡ്രിൽ ഹോൾ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഡ്രില്ലിംഗ് മെഷീൻ ടേബിളിൽ വർക്ക് ഹോൾഡ് ചെയ്യുക. ഡ്രില്ലിൻ്റെ വ്യാസം അനുസരിച്ച് സ്പിൻഡിൽ സ്പീഡ് സെറ്റ് ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് ത്രൂ ഹോൾസ് ഡ്രിൽ ചെയ്യുക. ഫിനിഷ് ചെയ്ത് ഡീബർ ചെയ്യുക. MS ഫ്ലാറ്റ് എങ്ങനെ ഡ്രിൽ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഇത്രയുമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ആശയങ്ങളും എക്സസൈസുകളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.